ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കേക്കുകളുടെ മേക്കിംഗ് ഒന്ന് കണ്ടാലോ. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് തീം കേക്കുകളുടെ ഡിസൈനും അതിൻ്റെ മേക്കിങ്ങും ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ഒരു എസ്തറ്റിക് കേക്കാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ത് പേര് പറയുന്നൊന്നും എനിക്കറിയില്ല. പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ചൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് ഫസ്റ്റ് ടൈം ആയിട്ട്. ഈ ഒരു കേക്കിനെ പറ്റി പറയാനായിട്ടുള്ളത് തുടക്കത്തിലേ പാളിപ്പോയൊരു കേക്കായിരുന്നു. പക്ഷെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. നമ്മൾ റെഫറൻസ് എടുത്തിരുന്ന കേക്കിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു വേവ് പോലത്തെ ഡിസൈനാണ്. അതാണ് നമ്മൾ ഫസ്റ്റിൽ ക്രീം വെച്ചൊന്ന് വരച്ചു കൊടുത്തത്. സ്ക്രാപ്പർ വെച്ച് പിടിക്കുമ്പോഴും ആ സെയിം ഷേപ്പിൽ തന്നെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ തന്നെ പാളിപ്പോയി. നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്നാലും നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു സ്ട്രക്ചർ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ടൈമിലെടുത്തൊരു നല്ല തീരുമാനമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു കേക്കിൻ്റെ ഡിസൈനിൽ ആ വേവ് വൈറ്റ് കളറിൽ വരുന്നത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഈ കേക്കിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ ഈ ഒരു നോസിലൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനലി ആ വിഷും കൂടെ ഒന്ന് എഴുതി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഒരു കൊക്കോമെലൺ തീം കേക്കാണ്. അതൊരു 2 kg കേക്കായിരുന്നു. ടോൾ കേക്കായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫോട്ടോ പ്രിൻ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. ആൻഡ് റൈറ്റിംഗ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത് ഫോണ്ടൻ്റ് വെച്ച് ഫോണ്ടൻ്റെ കട്ടർ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴൊക്കെ തീം കേക്കുകൾ നോൺ എഡിബിൾ ഫോട്ടോ പ്രിൻറ്റിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് കേക്ക് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഗോൾഡൻ ടോപ്പർ വെച്ചിട്ട് ഈ ഒരു കൊക്കോമെലൺ കേക്കിന്റെ ലുക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഫോട്ടോ പ്രിന്റ് തീം കേക്ക് ഉണ്ട്. അത് കാത്തൂന്റെ തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലാണ് കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കളർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലൂയും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രീൻ കളർ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. ഇതൊരു 2 ടയർ കേക്കാണ്. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ 2 തട്ടും കൂടെ ഒരുമിച്ച് ആക്കുകയുള്ളൂ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇതിന് ടോപ്പിൽ വെക്കാനുള്ള ഭാഗം കൂടെ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 kg ആണ് ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. ബോട്ടം പോർഷനിൽ 1 kg ടോപ്പ് പോർഷനിൽ 1/2 kg ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ വെയിറ്റിൽ വരുന്ന 2 ടയർ കേക്ക് കേട്ടോ. വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് 2 പോർഷനും കൂടെ നമ്മൾ ഒന്നാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ. കാത്തുവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ്. നോൺ എഡിബിൾ ആയിട്ടുള്ള ഫോട്ടോ പ്രിൻ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാത്തൂൻ്റെ തീമിൽ വരുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഈ ഗ്രീനും വൈറ്റും ഉള്ളത്. ഫൈനലി നമ്മൾ കുറച്ച് ഗ്രാസിൻ്റെ ഡിസൈനിങ്ങും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഈ കേക്കിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട. ഭംഗിക്ക് എന്തെങ്കിലും ഒരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഗോൾഡൻ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മഫിൻസിനൊന്ന് ഫ്ലേവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത മഫിൻസ് ആയിരുന്നു. അതിന് നമ്മളൊന്ന് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആക്കി എടുക്കാനായിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് അതിൽ കുറച്ച് ബട്ടർ സ്കോച്ച് സോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു ബ്രൈഡ് ടു ബിയുടെ സെറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് കപ്പ് കേക്കുകളും കേക്ക്സിക്കിൾസും അതിൻ്റെ ഒപ്പം ആ ഒരു കേക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ആ ഒരു സെറ്റ്. ഇതിൻ്റെ കളർ പാറ്റേണൊക്കെ അവർ തന്നിട്ടുള്ളതായിരുന്നു. ഡ്രസ്സിൻ്റെ കളറിന് മാച്ചിങ് ആയിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ഡിസൈനും അവർ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഒരു റെഫറൻസ് പിക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കുകൾ വരുന്നത്. ഈ ആർഭാടം പിടിച്ച പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് അടുത്തതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പുതിയ ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് അതിനൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചതാണ്. ആദ്യം ഒന്ന് പാളിപ്പോയി എന്ന് നമുക്ക് തോന്നിയെങ്കിലും പിന്നീട് നമുക്കത് കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് വീഡിയോ മുഴുവൻ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതൊരു 1 kgയുടെ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു കേട്ടോ. ഫ്ലേവർ ഏത് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അതിൻ്റെ പെറ്റൽസ് കാണാൻ വളരെ ഭംഗിയാണ്, അതുപോലെ പാടുമാണ് ഉണ്ടാക്കാൻ. എന്നാലും നമ്മളത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കളറും കൂടെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ആ റൈറ്റിങ്ങും കൂടെ എഴുതി കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ഒരു ലുക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത കേക്കിൻ്റെ പണിയെന്ന് പറയുന്നത് കുറച്ച് വള്ളി പിടിച്ച പണിയായിരുന്നു. 3 കേക്കുകൾ ഒരേ ഡിസൈനിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല.
സെലക്ട് ചെയ്ത ഡിസൈനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കേക്ക് മൂന്ന് സൈസ് ആയതുകൊണ്ട് ആ ഒരു ഡിസൈൻ എല്ലാത്തിനും ചേരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആശങ്ക. എന്തായാലും 3 കേക്കുകളും ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്കൊക്കെ വരുന്നത്. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളോ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.